കുട്ടീസ്, എല്ലാവർക്കും സുഖമാണോ? ഇന്ന് ബിറ്റ്സ് ഓഫ് മൈ ലൈഫാണ് കേട്ടോ കാണിക്കുന്നത്. എൻ്റെ ഒരു ദിവസത്തിലെ കുറച്ച് കാര്യങ്ങൾ അങ്ങനെ പറഞ്ഞാണ് എടുത്തു തുടങ്ങിയത്. പക്ഷെ ഒരു ദിവസത്തെ അല്ല, ഏകദേശം ഒരാഴ്ചത്തെ കുറച്ച് കാര്യങ്ങളാണ് കേട്ടോ ഇതിനകത്ത് കാണിക്കുന്നത്. തുടങ്ങുന്നത് ഒരു മഴയുള്ള ദിവസത്തിലാണ്. എൻ്റെ ഗാർഡൻ കണ്ടിട്ടില്ല എന്ന് പറയുന്നവർക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ ആദ്യം കുറച്ച് പച്ചപ്പും ഹരിതാഭയൊക്കെ കാണിച്ചു തന്നത്. അതിനേക്കാളും കൂടുതൽ ചെടികളുണ്ട്. പക്ഷെ ഒന്നും തന്നെ വീഡിയോയിൽ എടുക്കാൻ പറ്റുന്ന തരത്തിൽ ഒരു സെറ്റപ്പിലല്ല കേട്ടോ ഇരുന്നത്. ദെൻ നമ്മൾ നമ്മുടെ ഗാർഡനിങ്ങിലോട്ട് തിരിഞ്ഞിട്ടുണ്ട്. ഇത് പ്രത്യേകിച്ച് കാണിക്കുന്നതിനൊരു കാരണമുണ്ട് കേട്ടോ. ഇതിനകത്ത് യൂസ് ചെയ്തിട്ടുള്ള ഈ വാട്ടറിംഗ് പോട്ടും പ്ലാന്റ് പോട്ടും ഒക്കെ നമ്മൾ വാങ്ങിച്ചിട്ടുള്ളത് മീഷോയിൽ നിന്നാണ്. അതിൻ്റെ ഷോർട്സൊക്കെ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇതിനകത്ത് ഇട്ടിട്ടുള്ള മണ്ണുണ്ടല്ലോ, മണ്ണ് വാങ്ങിച്ചിട്ടുള്ളത് നമ്മൾ ഫ്ലിപ്കാർട്ടിൽ നിന്നാണ്. ഈ സാധനങ്ങളെല്ലാം അടിപൊളിയാണ്. എൻ്റെ ചെടി നന്നായിട്ട് വളർന്നിട്ടുണ്ടേ. പൊതുവെ ഈ ഹാങ്ങിങ് ചെടികളൊക്കെ ഞാൻ താഴത്തെടുത്ത് വെച്ച് വെള്ളം ഒഴിച്ചതിന് ശേഷം പിന്നീട് തൂക്കി ഭയങ്കര കാറ്റായിരുന്നു. ഭയങ്കര ക്ലൗഡി ആയിട്ടുള്ളതും എന്നാൽ ഇടയ്ക്ക് നല്ല വെയിൽ വരുന്നതും ഭയങ്കര മഴയുള്ളതുമായിട്ടുള്ളൊരു ദിവസമായിരുന്നു കേട്ടോ. അങ്ങനത്തെ ഒരു മിക്സപ്പ് ആയിട്ടുള്ളൊരു അന്തരീക്ഷമായിരുന്നു. നെക്സ്റ്റ് നമ്മൾ ജേർണലിങ്ങിന് ആവശ്യമായിട്ടുള്ള കുറച്ച് സപ്ലൈസുകൾ സാധാരണ നമുക്ക് വെളിയിൽ നിന്ന് കിട്ടുന്ന കവറൊക്കെ ഇല്ലേ, അതിൽ നിന്നൊക്കെ കളക്ട് ചെയ്യുന്നതാണ്. ഇങ്ങനെ ഞാൻ പത്രം കട്ടിങ്സിൽ നിന്നും എടുക്കാറുണ്ട്, പഴയ ബുക്കുകളിൽ നിന്ന് എടുക്കാറുണ്ട്, പിന്നെ ഈ കവേഴ്സ് ഉണ്ടല്ലോ അതിൽ നിന്ന് എടുക്കാറുണ്ട്. അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ, ഈവൻ ലെറ്റേഴ്സ് വരെ ഞാനിങ്ങനെ കളക്ട് ചെയ്ത് വെക്കുന്നതാണ് കേട്ടോ. ഈ ലെറ്ററിൻ്റെ സ്റ്റിക്കേഴ്സ് ഒന്നും ഇല്ലാന്ന് വിചാരിച്ചിരിക്കുന്നവരാണ് നിങ്ങളെങ്കിൽ ഡെഫിനറ്റ്ലി ഇങ്ങനത്തെ ഒരു ഐഡിയ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ഈ ജേർണലിംഗ് സപ്ലൈസും കാര്യങ്ങളൊക്കെ കാണിച്ചുകൊണ്ടുള്ള ഒരു ലോങ് വീഡിയോ ലും എല്ലാം കഴിഞ്ഞ് വന്നപ്പോൾ എനിക്ക് പഴയ കുറച്ച് സാധനങ്ങൾ കിട്ടിയിട്ടുണ്ട്. വേറൊന്നുമല്ല, പണ്ടൊരു 6 വർഷത്തിന് മുന്നേ ഞാൻ ഉണ്ടാക്കി വെച്ചിരുന്ന മുല്ലപ്പൂക്കളാണേ. ഇത് വെച്ചിട്ട് ഞാനൊരു ജേർണലിംഗ് ആണ് പിന്നീട് ചെയ്തിട്ടുള്ളത്. അതിൻ്റെ ഷോർട്ട് വീഡിയോ ഞാൻ ഓൾറെഡി നമ്മുടെ ചാനലിനകത്ത് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഇതുപോലെ കുറച്ചധികം വൈബ്സ് ആണ്. ഇത് ഫേഷ്യൽ വൈബ്സ് ആണ്, പക്ഷെ ഞാൻ സാധാരണ കൈയും കാലും ഒക്കെ തുടയ്ക്കാൻ വേണ്ടിയിട്ട് അങ്ങ് യൂസ് ചെയ്യേ. മൂന്നാമത്തെ ഐറ്റം വന്നിട്ട് നമ്മുടെ വാഷി ടേപ്പാണ്. നല്ലൊരു വാഷി ടേപ്പിൻ്റെ നമ്മുടെ ഈ വീടിൻ്റെ ടൈലിൻ്റെയൊക്കെ ഗ്യാപ്പ് ഉണ്ടല്ലോ, എസ്പെഷ്യലി അടുക്കള, ബാത്റൂം അങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ ഒരുപാട് ഗ്യാപ്പ് വരുമ്പോൾ നമ്മൾ ആ ഗ്യാപ്പ് ഫില്ല് ചെയ്യുന്നതിന് വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു ഐറ്റമാണ്. ഇതിൻ്റെ എക്സാക്ട് പേരെന്താണെന്ന് എനിക്കറിയില്ല.
ഫിഫ്ത്ത് ഐറ്റം വന്നിട്ട് ഈ ഡ്രെയിനെക്സ് എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഈ വാഷ് ബേസിനും സിങ്കും ഒക്കെ ക്ലോസ്ഡ് ആയി പോകുന്ന ഒരു കണ്ടീഷനാണെങ്കിൽ ഈ ഡ്രെയിനെക്സ് ഇട്ടാൽ മതി. ഇവിടെ ക്ലോസ്ഡ് ഒന്നും അല്ല, എങ്കിലും ഞാൻ അതൊന്ന് വാങ്ങിച്ച് വെച്ചിട്ടുണ്ട്. 10ഓളം പാക്കറ്റ് വരുന്നുണ്ട് കേട്ടോ. നന്നായിട്ട് വർക്ക് ചെയ്യുന്ന സാധനമാണെന്ന് റിവ്യൂ കണ്ടിട്ട് തന്നെയാണ് വാങ്ങിച്ചത്. ഇത് എപ്പോഴെങ്കിലും യൂസ് ചെയ്യുവാണെങ്കിൽ യൂസ് ചെയ്യുന്നതിൻ്റെ വീഡിയോ ബൾബാണ് കേട്ടോ. ഈ ബൾബ് ആക്ച്വലി ഭയങ്കര കോമഡി ആയിപ്പോയി. നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും എന്താ സംഭവിച്ചതെന്ന്. 3, 2, 1. അങ്ങനെ വല്ല വിധനെ ആ പഴയ ബൾബ് അതിനകത്തുനിന്ന് ഊരി എടുത്തിട്ട് ഈ പുതിയ ബൾബ് വച്ചു. ഇങ്ങനെ വയ്ക്കാൻ കൊള്ളാം, പക്ഷെ ആ കുട ഇതിനകത്ത് സ്യൂട്ട് ആവില്ല, ആകെ കുളമായിപ്പോയി. ഇത് കണ്ടപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി ഇതിനകത്ത് കൊള്ളില്ല എന്ന്. പക്ഷേ ഞാൻ എന്തൊക്കെയോ കാണിച്ച് സത്യം പറഞ്ഞാൽ ഈ ബൾബ് എൻ്റെ കയ്യിൽ നിന്ന് തറയിൽ വരെ വീണു. അത് ഈ വീഡിയോയ്ക്കകത്തില്ല, അത് കാണിക്കാൻ പറ്റില്ലല്ലോ, അത് തറയിൽ അങ്ങ് പോയില്ല ഉരുണ്ട്. ഞാൻ വെച്ച് പൊട്ടി കാണുന്നു, പക്ഷെ പൊട്ടിയിട്ടില്ല. സംഭവം ഇപ്പോഴും ഉണ്ട് എൻ്റെ കയ്യിൽ. പക്ഷേ ഈ കുട ഇപ്പം ഞാൻ തറയിലാണ് എടുത്ത് വെച്ചിരിക്കുന്നത്. എനിക്ക് പറയുമ്പോൾ തന്നെ ആക്ച്വലി ചിരി വരുന്നുണ്ട്, കാരണം ഞാൻ ഈ വീഡിയോ കണ്ടുകൊണ്ടാണ് ഇത് എഡിറ്റ് ചെയ്യുന്നത്. അവസാനം ഞാൻ എന്താ ഇപ്പോൾ ഈ കാണുന്നില്ലേ, ഈ മോഡലിലാണ് ഫിറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. അങ്ങനെ വൻ കോമഡികൾക്ക് ശേഷം അവസാനം ഒരു സാധനം വാങ്ങിച്ചിട്ടുണ്ട്. ഇത് എത്രത്തോളം യൂസ്ഫുൾ ആവുമെന്ന് എനിക്ക് അറിയത്തില്ലായിരുന്നു. പക്ഷേ ഈ ടൂൾസൊക്കെ ഈ സാധനത്തിലോട്ട് എങ്ങനെയാണ് വെക്കേണ്ടതെന്ന് അറിയില്ല. ഇത് വന്നിട്ട് നമ്മുടെ ചെവി ക്ലീൻ ആക്കൂലേ, അങ്ങനെ ഒരു സാധനമാണ്. നന്നായിട്ട് അറിയുന്നവർ മാത്രമേ ഇത് വാങ്ങിച്ച് യൂസ് ചെയ്യാവൂ, അല്ലാത്തവരാരും ഇത് യൂസ് ചെയ്യരുത്. അല്ലെങ്കിൽ തന്നെ യൂസ് ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല, നിങ്ങൾ ആശുപത്രിയിൽ പോയി ചെവി ക്ലീൻ ആക്കുന്നതായിരിക്കും നല്ലത്. പക്ഷേ ഈ ഐറ്റത്തിൻ്റെ അറ്റത്ത് നല്ലപോലെ വെളിച്ചം ഉള്ളതുകൊണ്ട് നമുക്ക് നന്നായിട്ട് ക്ലീൻ ചെയ്തെടുക്കാൻ അകം വരെ കാണാൻ പറ്റും കേട്ടോ, നന്നായിട്ട് കാണാൻ പറ്റും. അപ്പോൾ ഒരു ജസ്റ്റ് പുറമേയുള്ള ഭാഗങ്ങളൊക്കെ നമുക്ക് ക്ലീൻ ചെയ്തെടുക്കുന്നതിന് നന്നായിട്ട് വിസിബിളായിട്ട് വെട്ടം കിട്ടും. പക്ഷേ ബാക്കി സാധനങ്ങൾ ഇതിനകത്ത് എങ്ങനെയാണ് ഇൻസേർട്ട് ചെയ്യുന്നതെന്ന് എനിക്ക് ഇപ്പോഴും പിടികിട്ടിയിട്ടില്ല. നെക്സ്റ്റ് വാങ്ങിച്ചിട്ടുള്ളത് ഒരു സെറ്റ് പാൻറ്റി ലൈനേഴ്സാണ്. ഇതിനകത്ത് 100 എണ്ണം ഉണ്ട് കേട്ടോ. ഇനി ഏറ്റവും അത്യാവശ്യമായിട്ടുള്ളൊരു സാധനമാണ് വാങ്ങിച്ചിട്ടുള്ളത്, കുറേ അധികം ടിഷ്യൂ പേപ്പേഴ്സ്. ഇത് ഞാൻ ഓൺലൈനിൽ വാങ്ങിച്ചത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവിടെ അടുത്തുള്ള ഷോപ്പിലൊക്കെ ഞാൻ ചോദിച്ചാൽ എനിക്ക് ഈ സാധനം എപ്പോഴും ഔട്ട് ഓഫ് സ്റ്റോക്ക് ആണ് കേട്ടോ. ഇപ്പോൾ അത്യാവശ്യം ആൾക്കാരും ടിഷ്യൂ പേപ്പേഴ്സ് യൂസ് ചെയ്യുന്നുണ്ട്, എപ്പോഴും വേണം കേട്ടോ നമ്മുടെ വീട്ടിൽ. ഇതൊരു എസെൻഷ്യൽ ആയിട്ടുള്ള സാധനമാണേ. അത്യാവശ്യം തുടയ്ക്കാനുള്ള ആവശ്യങ്ങൾക്കൊക്കെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. ശരിക്കും പറഞ്ഞാൽ ഒരു കർച്ചീപ്പായിട്ട് വേണമെങ്കിൽ ഈ ടിഷ്യൂ പേപ്പറിനെ നമുക്ക് യൂസ് ചെയ്ത് പോകാം, അത്രയും നെക്സ്റ്റ് ഐറ്റം വന്നിട്ട് ഈ വൈറലായിട്ടുള്ള സ്പഞ്ചാണ് കേട്ടോ. ഇത് വൈറലാവുന്നതിന് മുന്നേ ഞാൻ വാങ്ങിക്കാൻ വേണ്ടിയിട്ട് വിഷ് ലിസ്റ്റിനകത്ത് ഇട്ടിരുന്നതാണ്. പക്ഷേ ഞാൻ ഇതുവരെ യൂസ് ചെയ്തിട്ടില്ലേ. യൂസ് ചെയ്യുന്ന വീഡിയോ എന്തായിരുന്നാലും നമ്മുടെ ചാനലിനകത്ത് കാണിച്ചിട്ടുണ്ടായിരിക്കും. ഈ 3 സാധനം പുത്തം പോലെ എൻ്റെ കയ്യിൽ ഇപ്പോഴും ഉണ്ടേ. ഒരു ക്രാഫ്റ്റ് ചാനൽ തുടങ്ങിയിട്ട് ഒരു ലോങ് വീഡിയോയ്ക്കകത്ത് ക്രാഫ്റ്റ് കാണിക്കാതിരിക്കുന്ന മോശമല്ലേ. ഒരു കൈറ്റ് മേക്കിങ്ങിൻ്റെ ക്രാഫ്റ്റ് കാണിക്കുന്നുണ്ടേ. ഇത് ആക്ച്വലി സ്കൂളിലെ ആവശ്യത്തിന് വേണ്ടിയിട്ടാണ്, അല്ലാതെ ക്രാഫ്റ്റ് പർപ്പസിന് വേണ്ടിയിട്ടുള്ളതല്ല. അതുകൊണ്ട് തന്നെ വളരെ സാധാരണ പച്ചീർക്കിലും കളർ പേപ്പറും ഒക്കെ കൊണ്ടുണ്ടാക്കിയിട്ടുള്ള നമ്മുടെ വാലൊക്കെ വെച്ചിട്ടുള്ള സാധാരണ ഒരു പട്ട
സാധനങ്ങൾ എനിക്ക് ഗിഫ്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. ആ സാധനങ്ങൾ കാണാം കേട്ടോ നമുക്ക്. അതിൽ ഫസ്റ്റ് ഐറ്റം ഈ കളർ പെൻസിലാണ്. ഡോംസിൻ്റെ കളർ പെൻസിലാണ്. അടിപൊളി. എൻ്റെ ലൈഫിൽ കിട്ടിയതിലും വെച്ചിട്ട് ഏറ്റവും നല്ല കളർ പെൻസിലായിട്ട് എനിക്കിത് തോന്നി കേട്ടോ. അടുത്ത തന്നെ ഡോംസിൻ്റെ ചെറിയ സ്കെച്ച് പെൻസ്. ഒരു ക്യൂട്ട് കട്ടറാണ്, പറയാതിരിക്കാൻ വയ്യ. നന്നായിട്ട് ഷാർപ്പൻ ചെയ്യാൻ പറ്റും കേട്ടോ. എല്ലാ ഷേപ്പിലുള്ള പെൻസിലും ഈവൻ കളർ പെൻസിൽ വരെ നമുക്ക് ഇതിനകത്ത് വെട്ടാൻ പറ്റും കേട്ടോ. നല്ല രസമാണ് അത് കാണുന്ന ക്യൂട്ട്നെസ്. അതുപോലെ തന്നെ എൻ്റെ ബ്ലേഡിനും ഉണ്ട്. നെക്സ്റ്റ് വന്നിട്ട് ഡോംസിൻ്റെ 2 സെറ്റ് പെന്നാണ്. ഈ 2 സെറ്റ് പെന്നിനും ബ്ലൂ കളറാണ്. നല്ല ഇങ്ക് ക്വാളിറ്റി ആണ് കേട്ടോ. അത് പറയാതിരിക്കാൻ വയ്യ. ഞാൻ നല്ല അത്യാവശ്യത്തിൽ കൂടുതൽ യൂസ് ചെയ്തു. ഒരു കവറിനകത്ത് 5 എണ്ണം ഉണ്ട്. 25 രൂപയാണ് വില. കിട്ടിയ ഒരു സെറ്റ് ഐറ്റം എന്ന് പറയുന്നത് ഒരു കമ്മൽ കിട്ടിയിട്ടുണ്ട്. ഇത് ഡൽഹിയിൽ നിന്ന് കിട്ടിയതാണ് കേട്ടോ. നല്ലൊരു സിൽവർ ഹാങ്ങിങ് ആണ് കിട്ടിയിട്ടുള്ളത്. എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. താഴെ ഒരു ചെറിയ ജുംക്കയുണ്ട്. അടുത്ത ഐറ്റം താജ്മഹലിൻ്റെ ഒരു ഷോ പീസാണ് കേട്ടോ. നല്ല രസമുണ്ട്. നല്ല ഗ്ലിറ്ററി സാധനങ്ങളൊക്കെ ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്. ഒരു വാട്ടർ പോലത്തെ സാധനവും പിന്നെ താജ്മഹലിൻ്റെ ഇതും. മൊത്തത്തിൽ ഇത് കുലുക്കുമ്പോൾ ആ ഗ്ലിറ്റേഴ്സ് എൻ്റെ പുറത്തൂടെ വന്ന് വീഴുന്ന പോലെ തോന്നും. നമ്മുടെ കാമിങ് ജാറില്ലേ, ആ ഒരു സെറ്റപ്പൊക്കെ പോലെ. നെക്സ്റ്റ് ഐറ്റം ഒരു മൺകപ്പിലുള്ള നമ്മുടെ ചായയൊക്കെ കുടിക്കാൻ യൂസ് ചെയ്യുന്ന ചായക്കപ്പാണ്. പക്ഷേ ഇത് ആക്ച്വലി ചായ കുടിക്കാൻ പറ്റത്തില്ല. ഇതങ്ങനെ പോളിഷും ഫിനിഷും ഒന്നും ചെയ്തിട്ടില്ല. എന്നാലൊരു ഷോ പീസായിട്ട് നമുക്ക് വയ്ക്കാം. ഏറ്റവും കൂടുതൽ ഉപകാരപ്പെടുന്ന ഒരു ഐറ്റമാണ് അടുത്ത് കാണുന്ന ചെറിയ ഫാന്. ഇത് ചാർജ് ചെയ്ത് നമുക്ക് യൂസ് ചെയ്യാം. സംഭവം അടിപൊളിയാണ്, ഒന്നും പറയാനില്ല. വിത്ത് സ്റ്റാൻഡും വിത്തൗട്ട് സ്റ്റാൻഡും നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുമേ.